കുടുംബവുമായിട്ട് ആലോചിച്ചതിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇനി ഒരേ ഒരു സാധ്യത സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുക എന്നുള്ളത് മാത്രമാണല്ലേ ശ്യാം? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഇനി മുന്നിലുള്ള കുടുംബത്തിന് മുന്നിലുള്ള ഏക നിയമപരമായ വഴി CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ്. പക്ഷേ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തീരുമാനമെടുത്ത ഒരു തീരുമാനത്തെ എങ്ങനെ സുപ്രീം കോടതിയിൽ മറികടക്കാനാകും എന്നതാണ് മഞ്ജുഷയുടെ കുടുംബത്തിന്റെ അഭിഭാഷകരെ അല്ലെങ്കിൽ നിയമോപദേശം സംബന്ധിച്ച് അക്കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയും ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചാൽ മാത്രമേ സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു തീരുമാനം ഉണ്ടാകുകയുമുള്ളൂ. സുപ്രീം കോടതി എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആ രീതിയിൽ അനുകൂലിക്കുന്ന നിലപാടും അല്ല നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും CBI അന്വേഷണ ആവശ്യങ്ങൾ സംസ്ഥാന പോലീസ് തന്നെ ഏറ്റവും മികച്ച ഏജൻസിയാണ് എന്നും സംസ്ഥാന പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി എന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും അറിയിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമോ എന്ന് നമുക്ക് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാനുമാവില്ല. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നു. ആദ്യം സമാനം ആവശ്യമുന്നയിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നില്ല, ഹർജി തീർപ്പാക്കുകയായിരുന്നു. അത് തീർപ്പാക്കുമ്പോൾ പറഞ്ഞത് IG-യുടെ മേൽനോട്ടത്തിലുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം എന്ന കാര്യമായിരുന്നു. അതിൽ തൃപ്തിയില്ലാതെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം തന്നെ വേണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ചോദിച്ച ഒരു കാര്യം, എന്ത് സാഹചര്യത്തിലാണ് ഇതിൽ CBI വരേണ്ടത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ചോദ്യം. പക്ഷെ അതിന് കൃത്യമായി മറുപടി നൽകാൻ അത്രയും ന്യായീകരിക്കാൻ ഒരുപക്ഷെ അഭിഭാഷകന് കഴിഞ്ഞില്ല. മാത്രമല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് കാരണം ഒരു ഘട്ടത്തിൽ അപ്പീലിൽ ആദ്യം ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും മതി എന്നതാണ്. പക്ഷേ മഞ്ജുഷയും നവീൻ ബാബുവിന്റെ കുടുംബവും എടുത്ത നിലപാട് ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു കാര്യം അഭിഭാഷകനോട് സംസാരിച്ചിരുന്നില്ല. കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട നടപടി. അതുകൊണ്ട് അഭിഭാഷകനെ മാറ്റുന്നു എന്ന നിലപാടാണ് മഞ്ജുഷ ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. തുടർന്ന് തൊട്ടുപിന്നാലെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഈ വക്കാലത്ത് ഒഴിയുകയും ചെയ്തു. അതിന് തൊട്ടുപിന്നാലെ മറ്റൊരു മുതിർന്ന അഭിഭാഷകനായ